പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് മുൻപ് 5 വീഡിയോസ് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ചെയ്തിരുന്നു. നിങ്ങൾ എനിക്ക് തന്ന ആ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അതുകൊണ്ടാണല്ലോ എനിക്ക് വീണ്ടും ഈ റെഡിമെയ്ഡ് ബ്ലൗസ് കൊണ്ട് വീണ്ടും വരാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസുകളെ പറ്റി പറഞ്ഞാൽ ലാർജ്, XL, XXL, XXL എന്നീ അളവുകളിലാണ് ഈ ബ്ലൗസുകളെല്ലാം വരുന്നത്. എല്ലാം സ്ട്രെച്ചബിളാണ്. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല. ഇതിൻ്റെ റേറ്റ് 200 to 260. അതിൻ്റെ മധ്യത്തിലുള്ള റേറ്റുകളാണ്. പലതിനും പല റേറ്റാണ്, പല ടൈപ്പുകളാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇപ്പം ചില മെറ്റീരിയലുകൾ XL എടുത്താലും 38 സൈസുകാർക്ക് സ്യൂട്ടബിളാണ്. അത് ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ പിന്നെ ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതായി പോയി കഴിഞ്ഞാൽ നമുക്കിതൊരിക്കലും അഴിച്ചിടാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇച്ചിരിയോടെ വലുത് എടുക്കുവാണെങ്കിൽ 2 സൈഡും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ഷോൾഡറും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്യൂട്ടബിളായിട്ട് തന്നെ ആ ബ്ലൗസ് വെയർ ചെയ്യാനും സാധിക്കും. പിന്നെ ബ്ലൗസുകൾക്ക് ഷിപ്പിംഗ് ചാർജും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നും കാണാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഇതിൽ ചെറിയൊരു ഗോൾഡൻ പ്രിൻ്റായിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ സ്ട്രെച്ചബിൾ എന്ന് പറഞ്ഞാൽ കണ്ടോ, നന്നായിട്ടിത് സ്ട്രെച്ചബിളാണിത്. അതിലൊരു ചെറിയൊരു ഗോൾഡൻ പ്രിൻറ്റും ഒരു ഗ്രീനിൽ ചെറിയൊരു ഗോൾഡൻ പ്രിൻറ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് വളരെ സ്യൂട്ടബിളാണ്. അതിൻ്റെ തന്നെ കളറാണ്. ഇതൊരു ലാവണ്ടർ ഷെയ്ഡ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ടക്ക് വരുന്നു, പ്രിൻസസ് ടക്ക് വരുന്നു. ഇതതിൻ്റെ ഫ്രണ്ട് പോർഷൻ. സ്ലീവ് ഉണ്ടോ, ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മൾ വെയർ ചെയ്ത് വരുമ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ലെങ്ത്ത് കണ്ടോ, നന്നായിട്ട് നമുക്കിത് ലെങ്ത്ത് കിട്ടും. അതുപോലെ ബാക്കിലെ നെക്ക്, ഈ നെക്ക് ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. പക്ഷെ ഇത് ഇട്ട് വരുമ്പോൾ കണ്ടോ, നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് തന്നെ ഇത് ഷേപ്പിന് വന്നോളും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ്, ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളേഴ്സാണ്. കളറുകൾ മാത്രം മാറ്റുള്ളൂ. ഡിസൈൻ സെയിം, മെറ്റീരിയൽ സെയിം. ഇത് ടീൽ ബ്ലൂ ഷെയ്ഡ്. ഓഫ് വൈറ്റ്, ബ്ലാക്ക്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ. ബാക്ക്, ഫ്രണ്ടിൽ ടക്ക്, അതുപോലെ സ്ലീവ്. ഇത് സെയിം ഷെയ്ഡ്, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെ. വൈൻ, ഗ്രേപ്പ് വൈനാണ്. ഗോൾഡൻ ചെറിയ പ്രിൻ്റുകൾ വരുന്നു. പിസ്ത ഗ്രീൻ, ചിക്കു, മറൂൺ. ഇത്രയും ഷെയ്ഡുകൾ ഈ ഒരു ഡിസൈൻ്റെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ഒരു ഗോൾഡൻ പ്രിൻ്റ് ഉണ്ടോ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ചെറിയൊരു ഗോൾഡൻ പ്രിൻ്റ്. ഇനി ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ സെൽഫായിട്ട് സീക്വൻസ് ആണ്, സെൽഫ് സീക്വൻസ്. ഒന്നോടെ സൂം ചെയ്ത് കാണിക്കുന്ന കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത് കണ്ടോ. ഇതിൻ്റെ സ്ലീവ്, ഇത് ഫ്രണ്ട് പോർഷൻ, ബാക്ക് ഇതിൻ്റെ നെക്ക്. നമ്മൾ ഇങ്ങനെ സ്ട്രെച്ചബിൾ അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ സ്ട്രെച്ചബിൾ ആകുമ്പോൾ, അതായത് ഒരാൾ ഇടുന്നതനുസരിച്ച്, ആളുടെ ബോഡിക്ക് അനുസരിച്ച് ഇത് ഷേപ്പിന് തന്നെ വന്നുകൊള്ളും. ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ്. ഇതിലൊക്കെ സെൽഫായിട്ട് സീക്വൻസ് വർക്ക് ഉണ്ട്. ലൈറ്റ് ഗ്രേ ഷെയ്ഡ്. ഇനി നമ്മൾ കാണിക്കുന്നത് ചുങ്കിടി പ്രിൻ്റാണ്. ഇതൊരു യെല്ലോ ഷെയ്ഡിൽ ചുങ്കിടി പ്രിൻ്റ് വന്നിരിക്കുന്നു. സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെയൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇതതിൻ്റെ ഫ്രണ്ട് പോർഷനും ഇത് ബാക്കി പോർഷനുമാണ്. ചുങ്കിടി പ്രിൻറ്റിൻ്റെ തന്നെ മെറൂൺ.
ബ്ലാക്ക്, ബ്ലൂ, റെഡ്, മജന്ത, ബോട്ടിൽ ഗ്രീൻ, ഈ ഷെയ്ഡുകളാണ് ചുങ്കിടി പ്രിൻറ്റിലുള്ളത്. ഇത് സെൽഫ് പ്രിൻ്റ് ആയിട്ടുള്ളതാണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, നേവി ബ്ലൂ, ഇതിലൊക്കെ സെൽഫ് പ്രിൻ്റ് തന്നെയാണ്. ഇതൊരു സീക്വൻസ് വർക്കുള്ള പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ്. ഇതിൽ നിറയെ സീക്വൻസ് വർക്കുണ്ട്. ഇതിൻ്റെ തന്നെ ഗ്രേ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലൊക്കെ സീക്വൻസ് വർക്ക്. അതുപോലെ ഇത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഏത് കളർ, പല കളറുകൾ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മജന്ത ഷെയ്ഡാണ്. ഇതിലും സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ, കാരണം ഇതിൽ പല ഷെയ്ഡുകൾ കയറി വരുന്നുണ്ട്. അതുപോലെ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡിൽ അതുണ്ട്, പല കളേഴ്സിൻ്റെ ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് വരുന്നത്. ഇതൊരു ബ്ലൂവിൽ ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്, മജന്ത, അങ്ങനെ പല കളറുകൾ വരുന്നുണ്ട്. സീക്വൻസ് വർക്കും വരുന്നു. ഇതൊരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ സ്ക്വയർ പാറ്റേണിൽ ഗോൾഡൻ പ്രിൻ്റാണ് വരിക. നേവി ബ്ലൂവിൽ ചെറിയ പ്രിൻ്റുകളായിട്ടാണ് ഇത് വരുന്നത്. ഇതൊരു ഓഫ് വൈറ്റ്, അതായത് ക്രീം ഷെയ്ഡിൽ റെഡ് പ്രിൻ്റായിട്ടാണ് വരുന്നത്. ഇത് റെഡിൽ പ്രിൻ്റുകളാണ് വരുന്നത്. ഇതൊരു മെറൂൺ ഷെയ്ഡിൽ പ്രിൻ്റ് തന്നെ വരുന്നു. ചിക്കു ഷെയ്ഡിലും റെഡ് പ്രിൻ്റാണ് വരുന്നത്. ഇതൊരു നേവി ബ്ലൂവിൽ സെൽഫായിട്ട് അതിൽ തന്നെ ഇച്ചിരി ലൈറ്റ് പ്രിൻറ്റും അതുപോലെ സീക്വൻസും വരുന്നുണ്ട്. നേവി ബ്ലൂവിൽ ഒരു ഗ്രേപ്പ് വൈനിൽ സീക്വൻസ്, അതുപോലെ ചെറിയൊരു ഫ്ലവേഴ്സ്, സെൽഫായിട്ട് തന്നെ ഫ്ലവേഴ്സും കൂടെ വരുന്നുണ്ട്. കോഫി ബ്രൗണിൽ എംബ്രോയ്ഡറി വർക്ക് ഉണ്ടോ, എങ്ങനെയാണ് വരുന്നത്, ത്രെഡിൻ്റെ എംബ്രോയ്ഡറി വർക്ക്. ബ്ലാക്കിൽ സീക്വൻസ് വർക്കാണ് വരുന്നത്. ഇനി സ്റ്റോൺ വർക്ക്, ഇതിൻ്റെ ഫ്രണ്ടിലാണ് സ്റ്റോൺ വർക്ക് വരുന്നത്. അതുപോലെ സ്ലീവിലും. ചിലർ ചോദിക്കും ഇത് എന്തിനാണ് ഈ ഫ്രണ്ടിൽ സ്റ്റോൺ വർക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഇതും കൊണ്ട് മൾട്ടിപർപ്പസ് യൂസ് തന്നെ വരുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇതുണ്ടോ, നമുക്കത് ഈ സ്കേർട്ടുകൾക്ക്, കുട്ടികൾക്കൊക്കെ ടീനേജേഴ്സിന് സ്കേർട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ അതിനൊരു ടോപ്പായി, അങ്ങനെയും കൂടി ഒരു യൂസ് ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഈ വർക്ക്. അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ വർക്ക്, ബാക്ക് പ്ലെയിനാണ്. അതിൻ്റെ തന്നെ ഒരു വൈൻ ഷെയ്ഡാണിത്. ഇതിലും സ്റ്റോൺ വർക്ക് തന്നെയാണ് വരുന്നത്. സ്ലീവിലും ഫ്രണ്ടിലും സ്റ്റോൺ വർക്ക്, ബാക്ക് പ്ലെയിന്, ഫ്രണ്ടിൽ ഈ പ്രിൻസസ് ടക്കും വരുന്നുണ്ട്. ഇതും സ്റ്റോൺ വർക്ക് തന്നെയാണ്. ഇതിൻ്റെയും ഫ്രണ്ടിൽ തന്നെയാണ് സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത്. ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിലും ഈ സ്റ്റോൺ വർക്കുണ്ട്, ബാക്ക് പ്ലെയിനാണ്. മെറൂൺ ഷെയ്ഡിൽ ഫ്രണ്ടിൽ സ്റ്റോൺ വർക്ക്, ബാക്ക് പ്ലെയിൻ, സ്ലീവിലും സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നു. ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോൺ വർക്ക് ഇങ്ങനെ വരുന്നു, ബാക്ക് പ്ലെയിൻ, സ്ലീവ്. ഇതൊരു മെറൂൺ ഷെയ്ഡ്, ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോൺ വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഞാനിത് കഴിഞ്ഞ തവണ വീഡിയോയിൽ ഇട്ടപ്പോൾ ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇത് ഫ്രണ്ടിൽ മാത്രം സ്റ്റോൺ വർക്ക് വന്നാൽ കൊള്ളാവോ, അതെന്തിനാ ഫ്രണ്ടിൽ വന്നേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ മൾട്ടിപർപ്പസ് ആണ്. ഇത് നമുക്ക് സാരിക്ക് ബ്ലൗസായിട്ടും ടീനേജേഴ്സിന് സ്കേർട്ടിന് ടോപ്പായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി കാണിക്കുന്നത് 3XL. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചതെല്ലാം XL, XXL, ലാർജ് സൈസുകളാണ്. അപ്പോൾ അതിൻ്റെ കാണിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട് അതിൻ്റെ 3XL ഉണ്ടോയെന്ന്. അപ്പം നമുക്ക് രണ്ട് കൂട്ടർക്കും ഡൗട്ട് വരാതിരിക്കാൻ ഞാൻ ഈ 3XLൻ്റെ സെപ്പറേറ്റ് തന്നെ ഫുള്ള് കാണിക്കുക. ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം 3XL അവൈലബിൾ ആണ്. റെഡിൽ ഗോൾഡൻ പ്രിൻ്റ്, ഗ്രേയിൽ സെൽഫ് സീക്വൻസ് വർക്കായിട്ട് വരുന്നു.
ബോട്ടിൽ ഗ്രീൻ, സെൽഫ് സീക്വൻസ് വർക്ക്. ഇതെല്ലാം XXL ആണ് കേട്ടോ, ഞാൻ ഒന്നോടെ പറയാം. വൈനിൽ സെൽഫായിട്ട് സീക്വൻസ് വർക്ക് ഫുള്ളായിട്ടും ഉണ്ട്. ഒണിയൻ പിങ്ക്, ബ്ലാക്ക്. ഇത് ഒത്തിരി അങ്ങ് പ്രൊജക്റ്റ് ചെയ്യുന്ന സീക്വൻസ് അല്ല, വളരെ മൈന്യൂട്ടായിട്ട്, സീക്വൻസ് എന്ന് പറയാൻ പറ്റില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസ് ആണ്. അതും സെൽഫായിട്ട് തന്നെ. ഒരു ഗ്ലേസിങ് മാത്രം ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ ഈ സീക്വൻസ് ഇരുന്ന് അങ്ങനെ തിളങ്ങുന്ന ഒരു ഇതല്ല. ഒരു ഗ്ലേസിങ് ഉണ്ട് ആ സ്റ്റോൺസ് ഉള്ള കാരണം. വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇത് കണ്ടോ, ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ സൂം ചെയ്തേ. അതാണ് ഇതിൽ വരുന്നത്. ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ കണ്ടോ ഇതിൻ്റെ സ്റ്റോൺസ് കണ്ടോ. നമ്മളിത് ഇങ്ങനെ പതുക്കെ അങ്ങനെ ഇത് കണ്ടോ, ഒരു ഗ്ലേസിങ്, അതാണ് ഇതിന് വരുന്നത്. അല്ലാതെ ഇങ്ങനെ അങ്ങനെ പിടിപ്പിച്ചേക്കുന്നതല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസ്. ഇതൊരിക്കലും വരാത്തൊരു ഷെയ്ഡാണ്. വയലറ്റ് ഷെയ്ഡ്, റെഡ്, ഓഫ് വൈറ്റ്. ഇതിലും ചെറിയ ആ മൈന്യൂട്ടായിട്ട് സ്റ്റോൺസ്. ഇനി ചുങ്കിടി പ്രിൻ്റ്, ബോട്ടിൽ ഗ്രീൻ. ചുങ്കിടി പ്രിൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെയും കൂടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. മജന്ത, ഗ്രേപ്പ്, ബാക്ക്. ഇനി ഒന്നും വേണ്ട, പ്ലെയിൻ ആയിട്ടുള്ളത് വേണമെന്ന് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പ്ലെയിൻ, പക്ഷേ ഇതിലൊരു സെൽഫ് ഡിസൈൻ ഉണ്ട് കേട്ടോ. വൈറ്റിൽ സെൽഫ് ഡിസൈൻ തന്നെ വരുന്നു. ഇതിൻ്റെ സ്ലീവ് കണ്ടോ, ഇത് XXL ആണ്. കണ്ടോ, ഇത് നന്നായിട്ട് നമുക്ക് ഇതിങ്ങനെ വലിഞ്ഞു കിട്ടും. ഫ്രണ്ടിൽ ടക്ക്. എൻ്റെ ഫ്രണ്ട് ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടുകളെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ കിടക്കുമ്പോൾ ഇത്രേ ഇതിൻ്റെ വരുന്നുള്ളൂ. പിന്നെ ഇതിട്ട് വരുമ്പോൾ ഇതുണ്ടോ, അതനുസരിച്ച് അത് വലിയും. കോഫി ബ്രൗൺ, വൈൻ, മജന്ത. ഇത്രയാണ് ഈ തവണ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് അയച്ച് തരിക. പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, റിട്ടേൺ ഇല്ല. പിന്നെ ഇത് പറഞ്ഞിട്ട് നമ്മളിത് വേണം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും പൈസ പേയ്മെൻറ്റ് ചെയ്യാതെ ഇത് വേണമെങ്കിൽ അപ്പം തന്നെ, അത് എന്നാന്ന് വെച്ചാൽ അടുത്ത ആൾ വരുമ്പോൾ നമ്മളിത് കൊടുത്തു പോകും. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് നമുക്ക് ആ പേയ്മെൻ്റ് അനുസരിച്ച് തന്നെ അത് നമ്മൾ അങ്ങ് കൊടുത്ത് പോവുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദിച്ചിട്ട് അവർക്ക് വേണോ വേണ്ടയോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ആ കറക്റ്റ് കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആ പൈസ ഇടരുത്. പിന്നെ ഒന്നുകൂടെ ചോദിച്ചിട്ട് വേണം കേട്ടോ പേയ്മെൻറ്റ് ചെയ്യാൻ. താങ്ക് യു.